ഹലോ, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെൻ സ്റ്റാൻഡാണ്. അതിനായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ബോട്ടിലിൻ്റെ ഒരു പോർഷനാണ്. അതായത് നമ്മളിപ്പം വെള്ളമൊക്കെ വാങ്ങുന്ന ബോട്ടിലില്ലേ, അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് A4 സൈസ് കളർ പേപ്പർ, വൂളൻ ത്രെഡും അതുപോലെ തന്നെ പിസ്ത ഷെല്ലുമാണ് ഞാൻ ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബോട്ടിലിൻ്റെ പോർഷനിലേക്ക് നമ്മൾ നന്നായിട്ട് ഉള്ളിൽ ഗം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഗമ്മ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാനവിടെ A4 സൈസ് പേപ്പർ രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ബോട്ടിലിൻ്റെ സൈസിനനുസരിച്ചാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് ഉള്ളിലേക്ക് ഇറക്കി നന്നായിട്ട് പ്രസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഈ പെൻ സ്റ്റാൻഡ് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ഇത് ഉള്ളിൽ A4 സൈസ് പേപ്പർ അതിൻ്റെ സൈസിനനുസരിച്ചാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പുറത്തേക്കുള്ള A4 പേപ്പർ നമ്മൾ കുറച്ചും കൂടി ഹൈറ്റിൽ വേണം കട്ട് ചെയ്യാൻ, കാരണം നമുക്കത് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്യുകയും കൂടി വേണം. നന്നായിട്ട് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം അതിൽ എക്സ്ട്രാ വരുന്നൊരു പോർഷൻ ഉണ്ടാവും. നമുക്ക് ചുറ്റിക്കഴിഞ്ഞാൽ അതിൽ എക്സ്ട്രാ വരുന്നൊരു പോർഷൻ ഉണ്ടാവും. അവിടെ ഗം ചെയ്തിട്ട് ഒന്നും കൂടി സ്റ്റിക്ക് ചെയ്യുക. അതിനുശേഷം ബോട്ടിലിൻ്റെ പുറത്ത് ഒന്ന് നമ്മൾ ഇപ്പം അകത്ത് ചെയ്ത പോലെ തന്നെ പുറത്ത് ഒന്നുകൂടി ഗമ്മ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. അപ്പം ഗമ്മ് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള A4 പേപ്പർ എടുക്കുക. അപ്പോൾ അത് നിങ്ങൾക്കത് ചുറ്റുന്ന സമയത്ത് മനസ്സിലാവും. അത് കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട്. നമ്മൾ ബോട്ടിലിനെക്കാട്ടിലും കുറച്ചും കൂടി ഉയരത്തിലാണ് A4 പേപ്പർ നിൽക്കുന്നത്. അത് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിൽ കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് മുകളിലെ പോർഷനിൽ നമ്മൾ നന്നായിട്ട് ഗമ്മ് സ്പ്രെഡ് ചെയ്തിട്ട് അത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണിത്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വൂളൻ ത്രെഡ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓൾറെഡി ഞാൻ മുമ്പുള്ള വീഡിയോസിൽ നമ്മൾ വൂളൻ ത്രെഡ് വെച്ച് എങ്ങനെയാണ് ഫ്ലവർ ഉണ്ടാക്കാമെന്ന് കാണിച്ചിട്ടുണ്ട്. എങ്കിലും ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഐസ് സ്റ്റിക്കാണ്. ഐസ് സ്റ്റിക്കിൻ്റെ മുകളിലേക്ക് വൂളൻ ത്രെഡ് നന്നായിട്ട് ചുറ്റി കൊടുക്കുക. അതിനുശേഷം അത് ഐസ് സ്റ്റിക്കിൽ നിന്ന് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്തതിന് ശേഷം രണ്ട് എൻഡും തമ്മിൽ നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. അപ്പോൾ തന്നെ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടും. അത് ഒന്നും കൂടി ടൈറ്റായിട്ട് കെട്ടുക, കാരണം ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അഴിഞ്ഞു പോകും. എന്നിട്ട് അതിൽ എക്സസ് വരുന്ന നൂലുകൾ കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. എനിക്കിവിടെ 12 ഫ്ലവേഴ്സാണ് ഈ ഒരു ബോട്ടിലിന് വേണ്ടിയിട്ട് വേണ്ടത്. നിങ്ങൾക്ക് എത്ര ഫ്ലവറാണോ വേണ്ടത് അത്രയും എണ്ണം നിങ്ങൾ ഉണ്ടാക്കുക. ഞാനിവിടെ ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗണ്ണാണ്. ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഫ്ലവേഴ്സൊക്കെ ബോട്ടിലിൻ്റെ ചുറ്റിലും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായി നമുക്ക് ഒരു കാർഡ്ബോർഡിൻ്റെ പീസോ, അതായത് ഈ ഒരു ബോട്ടിലിൻ്റെ നമ്മൾ എത്ര സൈസ് വലിപ്പമുള്ളതാണോ കട്ട് ചെയ്തെടുത്തത് ആ ഒരു ഏകദേശം ആ ഒരു സൈസിൽ ഒരു കാർഡ്ബോർഡ് പീസോ എന്തെങ്കിലും നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾ എന്നെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പം ബ്ലൂ കളറാണ് ബോട്ടിലിൻ്റെ പുറത്തും ഉള്ളും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തത് A4 പേപ്പർ. അപ്പം അതേ കളർ A4 ഷീറ്റ് തന്നെ എടുത്തിട്ട് ഇത് കവർ ചെയ്ത്
ഗമ്മ് വെച്ച് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പെൻ സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കാം. പെൻ സ്റ്റാൻഡ് രണ്ടായിട്ട് പാർട്ടീഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് സാധനങ്ങൾ വേണമെങ്കിൽ ഇടാം, രണ്ടും കൂടി മിക്സ് ആവില്ല, ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡെക്കറേഷന് വേണ്ടിയിട്ട് പിസ്താഷ്യലാണ്. പിസ്താഷ്യയിൽ പിങ്ക് കളറാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പെയിൻ്റ് എന്ന് പറയുന്നത്. കാരണം ബ്ലൂവിലേക്ക് പിങ്ക് വരുമ്പം കുറച്ചും കൂടി ഭംഗിയായിരിക്കുമല്ലോ. അപ്പം പിങ്ക് കളർ എടുത്തിട്ട് പിസ്താഷ്യലിൻ്റെ മുകളിൽ നന്നായിട്ട് പെയിൻറ്റ് ചെയ്യുക. എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിസ്താഷ്യലും സ്റ്റിക്ക് ചെയ്യാൻ ഞാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഗ്ലൂ ഗൺ തന്നെയാണ്. മുകളിലെ പോർഷൻ ഫ്ലവർ ചെയ്തത് കൊണ്ട് താഴത്തെ പോർഷൻ പിസ്താഷ്യയിൽ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ പെൻ സ്റ്റാൻഡ്. എങ്ങനെയുണ്ട് കാണാൻ? നല്ല ഭംഗിയായിട്ടില്ലേ? താങ്ക്സ് ഫോർ വാച്ചിങ്.